വർഷം വിപണിയിൽ ഏറ്റവും അധികം ഔട്ട് പെർഫോം ചെയ്ത സൂചികയായിരുന്നു റിയൽറ്റി. ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് സെക്ടർ ആയിരുന്നിട്ടു കൂടി ഏകദേശം 132% വർധനവാണ് രേഖപ്പെടുത്തിയത്. ഈ അടുത്ത ക്രെഡായി അഥവാ കോൺഫെഡറേഷൻ ഓഫ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം 2034 സാമ്പത്തിക വർഷം ആകുമ്പോഴേക്കും റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ മാർക്കറ്റ് സൈസ് 1.3 ട്രില്യനായി ഉയരുമെന്നാണ് അനുമാനിക്കുന്നത്. അതായത് GDPയുടെ 13.8% മാറും എന്ന് കണക്കാക്കുന്നു. 2047 ആകുമ്പോഴേക്കാകട്ടെ ഇത് GDPയുടെ 17% ഉയർത്താനും ലക്ഷ്യമുണ്ട്. അതായത് മാർക്കറ്റ് സൈസ് 5.17 ട്രില്യനായിട്ട് ഉയരുമെന്നും കരുതുന്നു. അടുത്ത 6 വർഷങ്ങൾക്കുള്ളിൽ ഹൗസിംഗ് ഡിമാൻഡ് 7 കോടിയിലധികം ഉയരുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിൽ റിയൽ എസ്റ്റേറ്റിന്റെ മാർക്കറ്റ് സൈസ് 24 ലക്ഷം കോടിയാണ്. ഇതിൽ 80% റെസിഡൻഷ്യൽ സെഗ്മെന്റും 20% കൊമേഴ്ഷ്യൽ സെഗ്മെന്റും ഉൾപ്പെടുന്നുണ്ട്. ഇനി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നാൽ റിയൽ എസ്റ്റേറ്റ് കമ്പനികളുടെ പ്രകടനം വിലയിരുത്താം. റിയൽ എസ്റ്റേറ്റ് സൂചികയിലെ പ്രധാന മുൻനിര കമ്പനികളെല്ലാം തന്നെ മൾട്ടി ബാഗർ റിട്ടേൺ നൽകിയിട്ടുണ്ട്. ശോഭയും സ്വാൻ എനർജിയും ഒക്കെ 2 ഇരട്ടി ലാഭമാണ് നിക്ഷേപകർക്ക് സമ്മാനിച്ചത്. ഇനി മിഡ് ക്യാപ്പ് ഒപ്പം തന്നെ സ്മോൾ ക്യാപ്പ് സൂചികയിലെ മറ്റ് റിയൽറ്റി കമ്പനികളുടെ പ്രകടനം വിലയിരുത്തിയാലും കഥ വ്യത്യസ്തമല്ല. 300%, 400% ഒക്കെ റിട്ടേൺ നൽകിയ ഓഹരികൾ അവിടെയുമുണ്ട്. അക്കൂട്ടത്തിൽ കഴിഞ്ഞ വർഷം മാത്രം ഏകദേശം 221% റിട്ടേൺ നൽകിയ പ്രസ്റ്റീജ് എസ്റ്റേറ്റിന്റെ സാധ്യതകളെ നമുക്കൊന്ന് വിലയിരുത്താം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലാഭ വളർച്ചയിലും അതോടൊപ്പം വരുമാന വളർച്ചയിലും വെല്ലുവിളികൾ നേരിടുന്ന കമ്പനിയാണ് പ്രസ്റ്റീജ് എസ്റ്റേറ്റ്. ആദ്യം കമ്പനിയുടെ കുറച്ച് ചരിത്രം മനസ്സിലാക്കാം. 1950കളിൽ ഒരു ചെറിയ തുണിക്കടയിൽ നിന്നുമാണ് പ്രസ്റ്റീജ് ഗ്രൂപ്പ് തങ്ങളുടെ സാമ്രാജ്യത്തിന്റെ ആരംഭം കുറിക്കുന്നത്. റസാഖ് സത്താർ സ്ഥാപിച്ച പ്രസ്റ്റീജ് ഗ്രൂപ്പിന്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്കുള്ള വളർച്ചയ്ക്ക് നേതൃത്വം വഹിച്ചത് അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ഇർഫാൻ റസാഖ് ആയിരുന്നു. ആദ്യകാലങ്ങളിൽ ബ്രോക്കിങ്ങിലൂടെയായിരുന്നു റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് കടക്കുന്നത്. പിന്നീട് 1986ലാണ് ഇർഫാൻ റസാഖും അദ്ദേഹത്തിന്റെ സഹോദരന്മാരായിരുന്ന റസ്വാൻ റസാഖ് ഒപ്പം തന്നെ നോമൻ റസാഖ് എന്നിവരുമായി ചേർന്ന് പ്രസ്റ്റീജ് റിയൽ എസ്റ്റേറ്റിന് രൂപം നൽകുന്നത്. ഇന്ന് ഇന്ത്യയിലുടനീളം 300-ലധികം പ്രൊജക്ടുകൾ വിജയകരമായി പൂർത്തീകരിച്ചുകൊണ്ട് കമ്പനി മുൻനിരയിൽ തന്നെ തുടരുന്നുണ്ട്. വരുമാന വളർച്ചയിലും ലാഭ വളർച്ചയിലുമുള്ള പരിമിതികളെ മറികടക്കാൻ പാകത്തിൽ കമ്പനി തങ്ങളുടെ ബിസിനസ് വളർത്തുന്നു എന്നതാണ് നമുക്ക് മുന്നിൽ പരിഗണിക്കാവുന്ന ആദ്യത്തെ പോസിറ്റീവ് ഫാക്ടർ. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ആദ്യ 9 മാസം പിന്നിട്ടപ്പോൾ തന്നെ 163 ബില്യൺ രൂപയുടെ ബുക്കിംഗ് ആണ് കമ്പനി രേഖപ്പെടുത്തിയത്. അതായത് ഇയർ ഓൺ ഇയർ ബേസിസിൽ 81% കുതിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നു. 2024 സാമ്പത്തിക വർഷത്തേക്ക് 160 ബില്യൺ രൂപയുടെ ഗൈഡൻസ് ആയിരുന്നു കമ്പനി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതോടുകൂടി പ്രസ്റ്റീജിന്റെ സെയിൽസ് ഗൈഡൻസ് 200 ബില്യൺ കോടി രൂപയാക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അടുത്ത സാമ്പത്തിക വർഷം ആകുമ്പോഴേക്കും 250 കോടി രൂപയുടെ പ്രീ സെയിൽസ് അച്ചീവ് ചെയ്യുന്നതിന്റെ ഭാഗമായി ബാംഗ്ലൂർ ഒപ്പം മുംബൈ മെട്രോ റീജിയൻ, ഹൈദരാബാദ്, NCR, പൂനെ, ചെന്നൈ പോലുള്ള കീ മാർക്കറ്റിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ലക്ഷ്യമുണ്ട്. ഇതിൽ ചെന്നൈ, NCR എന്നിവിടങ്ങളിൽ ഹെൽത്തി പൈപ്പ് ലൈൻ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. നോയിഡയിലും ഡൽഹിയിലുമായി 140 ബില്യൺ രൂപയുടെ വരുമാന സാധ്യതയുള്ള 2 പ്രൊജക്ടുകളുണ്ട്. കൂടാതെ സമീപകാലത്തെ അക്വിസിഷൻസും ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിനെ കൂടുതൽ എളുപ്പമാക്കും. കൂടാതെ പൂനെയിലും വലിയൊരു പ്രൊജക്ട് ഏറ്റെടുക്കുന്നതിനുള്ള പദ്ധതി കമ്പനിക്കുണ്ട്. ഇൻവെന്ററിയും നിലവിലെ പ്രൊജക്ടുകളും ഉൾപ്പെടെ 700 ബില്യൺ രൂപയുടെ പ്രൊജക്ട് പൈപ്പ് ലൈൻ ഇപ്പോൾ കമ്പനിക്കുണ്ട്. ഈ ഒരു അനുമാനത്തിലാണ് 2026 സാമ്പത്തിക വർഷം ആകുമ്പോഴേക്കും 260 ബില്യൺ രൂപയുടെ പ്രീ സെയിൽസ് കമ്പനി രേഖപ്പെടുത്തുമെന്ന് അനലിസ്റ്റുകൾ കണക്കാക്കുന്നത്. കമ്പനിക്ക് 11 മില്യൺ സ്ക്വയർ ഫീറ്റിന്റെ ഓപ്പറേഷണൽ ഓഫീസ് ആൻഡ് റീറ്റെയിൽ പോർട്ട്ഫോളിയോ ആണ് ഉള്ളത്. ഇത് 4.3 ബില്യൺ രൂപയുടെ വെർത്തായിട്ട് വരും. 21 മില്യൺ സ്ക്വയർ ഫീറ്റിന്റെ ഓൺഗോയിങ് പ്രൊജക്ടുകളും 23 മില്യൺ സ്ക്വയർ ഫീറ്റിന്റെ അപ്കമിംഗ് പ്രൊജക്ടുകളും കൂടി പരിഗണിച്ചാൽ റെന്റൽ ഇൻകം 38 ബില്യൺ രൂപയായി ഉയരുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. 2028 സാമ്പത്തിക വർഷത്തോടെ ഈ പ്രൊജക്ടുകളെല്ലാം പൂർത്തിയാകുമെന്നും കണക്കാക്കുന്നുണ്ട്. അതിനായി 137 ബില്യൺ രൂപയുടെ കാപെക്സ് ആണിപ്പോൾ കമ്പനി വകയിരുത്തിയിരിക്കുന്നത്. 20 ബില്യൺ രൂപ റെന്റ് ജനറേറ്റ് ചെയ്യുന്ന വലിയ 2 ഓഫീസ് അസറ്റുകൾ എക്സ്പാൻഷന്റെ ഭാഗമായി കമ്പനി മുംബൈയിൽ ആരംഭിച്ചിരുന്നു. ലീസിംഗിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള റവന്യൂ ഹെൽത്തി ആയിട്ട് തുടരുന്നുണ്ട്. ഹെൽത്തി ആയ ഒരു ക്യാഷ് ഫ്ലോ ആണ് പ്രസ്റ്റീജിന്റെ മറ്റൊരു ഗുണം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ആദ്യത്തെ 9 മാസത്തിൽ 37 ബില്യൺ രൂപയുടെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ആണ് രേഖപ്പെടുത്തിയത്. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോയുടെ റൺ റേറ്റ് 60 ബില്യൺ രൂപയായി ഉയരുകയും ചെയ്തിട്ടുണ്ട്. റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ സെഗ്മെന്റിൽ ഇത് വീണ്ടും ഉയരാനുള്ള ഒരു
സാധ്യതയുണ്ട്. അടുത്ത സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും 95 ബില്യൺ രൂപയായി ഇത് വർദ്ധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ഹോസ്പിറ്റാലിറ്റി പോർട്ട്ഫോളിയോ നോക്കിയാലും അടുത്ത 3-4 വർഷങ്ങൾക്കുള്ളിൽ ഇരട്ടിയാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. നിലവിൽ കമ്പനി 1500 കീകളാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് വർദ്ധിച്ചാൽ 18 ബില്യൺ രൂപയുടെ വരുമാനം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഫാക്ടേഴ്സ് ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് മോത്തിലാൽ ഒസ്വാൾ കമ്പനിക്ക് ബൈ റെക്കമെൻഡേഷൻ നൽകുന്നത്. 17% അപ്സൈഡ് പൊട്ടൻഷ്യൽ ഓഹരിക്ക് ഉണ്ടാകുമെന്നാണ് ബ്രോക്കറേജ് പ്രതീക്ഷിക്കുന്നത്. ടാർഗറ്റ് പ്രൈസായി 1535 രൂപയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. വരാനിരിക്കുന്ന കമ്പനിയുടെ പദ്ധതികളിൽ 20 ബില്യൺ രൂപയുടെ നിക്ഷേപം അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയും ഒപ്പം തന്നെ കൊട്ടക് ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടും ചേർന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു. ബംഗളൂരു, NCR, ഗോവ, MMR അതായത് മുംബൈ മെട്രോ റീജിയൻ എന്നിവിടങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രീൻഫീൽഡ് പദ്ധതികളാണ് ഈ നിക്ഷേപം നടത്തിയത്. ഏകദേശം 14 മില്യൺ സ്ക്വയർ ഫീറ്റിന്റെ ഡെവലപ്മെന്റ്സ് ആണ് ഈ പദ്ധതികളിൽ ഉൾപ്പെടുന്നത്. അതായത് ഏകദേശം 180 ബില്യൺ രൂപയുടെ വരുമാനം ഇതിൽ നിന്നും ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നും അനലിസ്റ്റുകൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഫാക്ടേഴ്സും കൂടി മുന്നോട്ടേക്ക് ഒരു വളർച്ചാ സാധ്യതയായി പരിഗണിക്കാമെന്നും ബ്രോക്കറേജുകൾ വിലയിരുത്തുന്നു.